ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സാധിച്ചതിൽ നന്ദിർന്ന ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നും 1 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 1 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് ഞാനന്ന് നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിച്ചത്. ആ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് നാം ദൈവവചനം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിന് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ലക്ഷ്യമാണ് നമ്മളിവിടെ വായിച്ചത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. നാം മറ്റൊരു ദൈവവചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നാണ്. വേറൊരു വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നതെന്നാണ്. യേശു ക്രിസ്തു പറഞ്ഞ മറ്റൊരു വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണം അത് നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത് എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ പല ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നമ്മളിന്നിവിടെ വായിച്ചത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം യേശു ക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് പാപികൾ? മനുഷ്യരെങ്ങനെയാണ് പാപികളായിട്ട് തീർന്നത്? പാപമോചനം എങ്ങനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെ നാം ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപം എന്ന് പറഞ്ഞാൽ എന്താണ് പാപം? നമുക്ക് ആ ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പാപം എന്ന് പറയുന്നതിന് നമുക്കൊരു അതൊരു അർത്ഥം ഇങ്ങനെ, ശരിക്കും പറഞ്ഞാൽ ഒരു അർത്ഥം ഇങ്ങനെയാണ്, ലക്ഷ്യം തെറ്റുക എന്നാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ ലക്ഷ്യം തെറ്റി അത് മറന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നതിന് നമുക്ക് പാപം എന്ന് പറയാം. മാത്രമല്ല, പാപത്തിന് നമുക്ക് ഇങ്ങനെ ഒരു നിർവചനം കൊടുക്കാനായിട്ട് കഴിയും, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പാപമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആരാണ് പാപികളെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. ബൈബിളിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. അപ്പോൾ നമ്മൾ ദൈവവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലോകത്തിലെ എല്ലാ മനുഷ്യരും പാപികളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഈ ദൈവവചനം മാത്രമല്ല, ഇത് ലോകത്തിൽ പല വിധത്തിലുള്ള മതവിഭാഗങ്ങളുണ്ടല്ലോ. പല മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപിയാണ് എന്നാണ്. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് പാപിയായി തീർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീർന്നത്? നമുക്ക് ദൈവവചനം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. നമ്മളെല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചില അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും,
ഈ കാണുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഈ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് ഒരു പ്രതിമ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം അതിൽ ഊതി ആ പ്രതിമ ഒരു ജീവനുള്ള മനുഷ്യനായിട്ട് തീരുവാനായിട്ടിടയായി. ആ ദൈവവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നാം ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നത്. അങ്ങനെ ദൈവം സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ. അപ്പോൾ രണ്ടാമത്, ഈ ദൈവം മനുഷ്യരൊരു തക്കതായ ഒരു തുണയെ നൽകി. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ പേര് ആദാം എന്നാണ്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ആദാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാൽ പ്രയാസമാണ്. അപ്പോൾ ആദാമിൻ്റെ സന്തോഷത്തിനും സുഖദുഃഖങ്ങൾ പങ്കിടുന്നതിനും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഒരു കുടുംബം എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യം കണ്ടുകൊണ്ട് ദൈവം ആദാമിൽ നിന്ന് തന്നെ ഒരു ഭാര്യയിലെടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ച് ജീവനുള്ള ദേഹിയായിട്ട് ആദാമിന് കൊടുക്കുവാനായിട്ടിടയായി. ആ ആദ്യമായി സൃഷ്ടിച്ച ആ സ്ത്രീയുടെ പേര് ഹൗവ എന്നാണ്. അപ്പോൾ ഈ ആദാം ഹൗവയും വളരെ സന്തോഷത്തോടു കൂടി ഏദൻ തോട്ടത്തിൽ ജീവിക്കുകയാണ്. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഏദൻ തോട്ടത്തിൽ ജീവിക്കാം, സന്തോഷമായിരിക്കാം, ഇതിൽ വേല ചെയ്യാം, ഇതിനെ ഭരിക്കാം. ഇത്തിരി കാര്യങ്ങൾ ദൈവം ആദാമിനോടും ഹൗവയോടും പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ സ്നേഹവാനായ ദൈവം ഇവർ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, ദൈവം പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായിട്ട് ദൈവം ആ തോട്ടത്തിൻ്റെ നടുവിൽ മറ്റൊരു വൃക്ഷവും കൂടെ അവിടെ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഏദൻ തോട്ടത്തിൽ ജീവിച്ച് ഭക്ഷിച്ച് ജോലി ചെയ്ത് ഭരിച്ച് സന്തോഷത്തോടെ ആയിരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. എന്താണ്? ആ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ അത് തിന്നരുത് എന്ന് ദൈവം ഈ ആദിമ മനുഷ്യരോട് പറയുവാനായിട്ടിടയായി. ഇവരത് സമ്മതിച്ചു, വളരെ സന്തോഷത്തോടെ ജീവിച്ചു. നമുക്ക് ഈ സ്നേഹവാനായ സൃഷ്ടാവായ ദൈവം എല്ലാ ദിവസവും ഏതേൻ തോട്ടത്തിൽ വരും, ഈ ആദിമ മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും അവർ നടക്കുകയും ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ കൂട്ടായ്മ അവരെ ആചരിച്ച് സന്തോഷത്തോടെ പോവുകയായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തിയായ സാത്താൻ, നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ സാത്താനെ കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ദൈവം തൻ്റെ ദൂതന്മാരുടെ കൂട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായ ദൂതന്മാരായിരുന്നു സാത്താൻ. ആ ദൂതന്മാര് ദൈവത്തോട് നിഹരണം കാണിച്ച് അഹങ്കരിച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ ദൈവം അവരെ തള്ളിക്കളയുവാനായിട്ടിടയായി. അവര് പിശാചുക്കളായിട്ട് ലോകത്തിൽ വന്ന് വീഴുവാനായിട്ടിടയായി. അവൻ്റെ ആ പിശാചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ആ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ മറിച്ചിടുക, ഒരു പ്രതിപക്ഷമായി ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള സാത്താൻ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ ഹൗവയുടെ അടുക്കിലേക്ക് വരികയും ഹൗവയോട് സംസാരിച്ച് അവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരെ സ്വാധീനിച്ചിട്ട് ദൈവം പറഞ്ഞതായിട്ടുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞതായ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ഈ ഹൗവ സാത്താൻ്റെ ഉപായത്താൽ വീണ് ദൈവം അരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നുവാനായിട്ടിടയായി. മാത്രമല്ല ഈ ഹൗവ തിന്നുക മാത്രമല്ല, ആദാം തൻ്റെ ഭർത്താവായ ആദാമിനും കൊടുത്തു, ആദാമും ഭക്ഷിച്ചു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഇവർ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിൻ്റെ ഫലമായി ഇവർ രണ്ടുപേരും പാപികളായിട്ട് തീരുവാനായിട്ടിടയായി. അവരുടെ ലക്ഷ്യം തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി. ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ ചെയ്യുവാനായിട്ടിടയായി. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ ദൈവത്തോട് ഈ അനുസരണക്കേട് കാണിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്?
അവർ ശരിക്കും പാപികളായിട്ട് തീരുവാനായിട്ടിടയാണ്. അപ്പോൾ അവർ പാപികളായിട്ട് തീർന്നു. അവർ ധരിച്ചിരുന്ന തേജസ്സിൻ്റെ വസ്ത്രം അവരിൽ നിന്ന് മാറിപ്പോയി. അവർ പാപികളായി തീർന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെട്ടു. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദൈവം എല്ലാ ദിവസവും അവരുടെ അടുക്കൽ വന്ന് ഈ ആദാമിൻ്റെയും ഹവ്വയുടെയും കൂടെ അവർ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു, ദൈവവുമായിട്ട് സംസാരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ മകനായിട്ട് ജീവിച്ചവരാണ്. പക്ഷേ അവർ ഈ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൽ നിന്ന് അവരകന്ന്, ദൈവീയ കൂട്ടായ്മയിൽ നിന്ന് അവരകന്ന് അവർക്ക് സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ട് നിരാശയിലേക്കും ദുഃഖത്തിലേക്കും അവരായി തീരുവാനായിട്ടിടയായി. ഇവർ ഈ പാപം ചെയ്തതിൻ്റെ അന്നും ദൈവം ആ ഏദൻ തോട്ടത്തിൽ വന്നു. അങ്ങനെ ദൈവം അവരുടെ ഏദൻ തോട്ടത്തിൽ വന്നപ്പോൾ ഇവർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ ദൈവത്തെ വിട്ടിട്ട് ഓടി ഒളിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും വായിക്കുവാനായിട്ടിടയാകുന്നത്. വീണ്ടും ഈ സ്നേഹവാനായ ദൈവം അവരെ വിളിക്കുകയാണ്. ആദാമേ, നീ എവിടെ? ദൈവത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തിൽ ദൈവത്തിന് മുൻപിൽ വർദ്ധിരിക്കുന്ന ഒന്നുമില്ല, ദൈവത്തിനറിയാം. പക്ഷേ ദൈവം അവരോട് അടുത്തോട്ട് വിളിച്ചു, അവരോട് സംസാരിച്ച് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ദൈവം നീതിമാനായതുകൊണ്ട് ഇവർ ഈ അനുസരണക്കേട് കാണിച്ച് ഇനി അവരെ ഏതേൻ തോട്ടത്തിനകത്ത് നിർത്തുന്നത് നന്നല്ല എന്ന് ദൈവത്തിന് മനസ്സിലായിട്ട് അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുവാനായിട്ടിടയായി. ദൈവം നീതിമാനായതുകൊണ്ട് ചില ശിക്ഷകളും അവർക്ക് കൊടുത്തു. നീ വേദനയോടുകൂടി മക്കളെ പ്രസവിക്കും, വേർപ്പോടുകൂടി നീ ഭക്ഷിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. അങ്ങനെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാവും ഹവ്വയും അവർ പാപികളായിട്ട് അവരുടെ ജീവിതം നയിക്കുകയാണ്. അവർക്ക് ആ ദൈവവുമായി കൂട്ടായ്മ നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് അവർ പാപത്തിൻ്റെതായ പരിണത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർ പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അറിയാം. അവർക്ക് മക്കളുണ്ടാകുകയാണ്. മക്കളുടെ പേര് നമുക്കറിയാം, കയീനും ഹാബേലും. ഇങ്ങനെ അവർക്ക് മക്കളുണ്ടായി. പിന്നെ അവരിങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ ദൈവത്തോട് പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ദൈവം പറഞ്ഞതായ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അവർ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ പാപത്തിൻ്റെ ഫലം മനസ്സിലാക്കണം: നിരാശ, ദുഃഖം, വേദന. അപ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നു. അപ്പോൾ ഇവരുടെ മക്കളായിട്ട് ജനിച്ച കയീനും ഹാബേലിനെ ഒക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒടുക്കം ആരാധന കഴിക്കാൻ പോവുകയാണ്. കയീനും ഹാബേലും അവർക്കുള്ളതായിട്ടുള്ള ഫലങ്ങളൊക്കെ എടുത്തുകൊണ്ട്. പക്ഷേ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് വിവരിക്കാൻ സമയമില്ല ഈ വിഷയത്തിൽ. പക്ഷേ കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. കയീൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ സഹോദരനായ ഹാബേലിനോട് വലിയ ദേഷ്യമുണ്ടായി, അസൂയുണ്ടായി. ഞാൻ ചുരുക്കി പറയട്ടെ, കയീൻ ഹാബേലിനെ കൊന്നുകളയുവാനായിട്ടിടയായി. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ടുള്ള കൊലപാതകം ഉണ്ടാകുന്നതായിട്ട് നാം ബൈബിളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഇതിൻ്റെ കാരണം? മനുഷ്യൻ പാപിയായതുകൊണ്ട് ഈ കയീനും ഹാബേലും ഒക്കെ ജനിച്ചത് പാപത്തിലാണ് ജനിച്ചത്. പാപത്തിൽ ജനിച്ചതിൻ്റെ ഫലമായിട്ട് ഇവരുടെ പ്രകൃതി, ഇവരുടെ ജീവിതത്തിൽ എന്തുണ്ടായിരുന്നു എന്നറിയാമോ? പാപമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദൈവവചനം വായിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇന്ന് ലോകത്ത് കാണുന്നതായിട്ടുള്ള കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും മദ്യപാനങ്ങളും ഇന്ന് ലോകത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും പിന്നെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെയൊക്കെ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൻ്റെതായ ലക്ഷണങ്ങൾ നമ്മൾ കാണിക്കും. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ നമ്മുടെ രോഗവിവരങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും എല്ലാം ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കും. ഡോക്ടർ പരിശോധിക്കും. എന്നിട്ടാണ് രോഗം ഇന്നതാണെന്ന് നിർണയിക്കുകയും
ആ രോഗത്തിന് അനുയോജ്യമായ മരുന്ന് തരികയും ചെയ്യുന്നത്. അതുപോലെ ഈ പാപം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ബാധിച്ച ഒരു മാരകമായ ഒരു രോഗമാണ് പാപം. അപ്പോൾ പാപം മനുഷ്യ ശരീരത്തിൽ ഉള്ളപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പാപത്തിൻ്റെതായ സ്വഭാവങ്ങൾ ജീവിതത്തിൽ നിന്ന് വരുവാനായിട്ടിടയാകും. എന്താണ് പാപത്തിൻ്റെതായ സ്വഭാവങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, കൊല്ലുക, ലൈംഗികമായ പാപങ്ങൾ ചെയ്യുക, മറ്റുള്ളവർ മദ്യപിക്കുക, ലഹരി ഉപയോഗിക്കുക, ഇങ്ങനെ കാണുന്ന അഴിമതി നടത്തുക. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പാപങ്ങളും മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപത്തിൽ നിന്ന്, പാപരോഗം മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത് കൊണ്ട് ആ പാപത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം ചില പദ്ധതികൾ തയ്യാറാക്കി. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, ദൈവം അവർക്ക് മനസാക്ഷി പ്രമാണം നൽകി. അത് കഴിഞ്ഞ് ദൈവം അവരെ വീണ്ടും രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകി. അതിൽ കൂടെ യാഗങ്ങൾ നൽകി, ആരാധന നൽകി. പക്ഷേ അതുകൊണ്ടൊന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, തീർന്നില്ല. ദൈവം പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പ്രവാചകന്മാരെ അവർക്ക് നൽകി. പ്രവാചകന്മാരൊക്കെ ജനത്തെ നോക്കി പ്രവചിച്ചു, മാനസാന്തരപ്പെടണം, പാപവഴികളെ വിട്ടൊഴിയണം. പക്ഷേ അതിലൊന്നും പഴയ നിയമത്തിലെ ഒരു സംഗതികൾ കൊണ്ടും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മാത്രമല്ല, പാപം ഇങ്ങനെ വർദ്ധിച്ച് പാപത്തിൻ്റെതായ പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്ത് മനുഷ്യൻ അങ്ങ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പല ആളുകളും ഇതുപോലെയുള്ള പാപങ്ങൾ ചെയ്ത്, പലവിധമായ പാപങ്ങൾ ചെയ്ത് ആളുകൾ പലരും ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നു. മനുഷ്യൻ അനേക പാപങ്ങൾ ചെയ്ത് മാരകമായ രോഗങ്ങൾക്ക് അടിമകളാകുന്നു. ചില രോഗങ്ങളുടെ, ചില മാരകമായ ചില രോഗങ്ങളുടെ മൂലകാരണം മനുഷ്യന്റെ പാപമാണ്. പാപത്താൽ രോഗമുണ്ടാകുന്നു, മാരകമായ രോഗങ്ങളുണ്ടാകുന്നു. മാത്രമല്ല, മനുഷ്യൻ പാപിയായതുകൊണ്ട് അവന് സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട്, മനുഷ്യന് ഭയവും ഭീതിയും മനുഷ്യ ജീവിതത്തിലേക്ക് വന്നിട്ട് അനേക ആളുകൾ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ പല വിധത്തിൽ നശിക്കുവാനായിട്ട് തുടങ്ങി. അവൻ്റെ കുടുംബങ്ങൾ തകരുവാനായിട്ട് തുടങ്ങി. മനുഷ്യന് ഒരു രക്ഷയുമില്ല. കാരണം പാപം എന്ന് പറയുന്നത് ഒരു മാരകമായൊരു വലിയ ക്യാൻസറാണ്, മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഇതിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി മനുഷ്യൻ പല മാർഗങ്ങൾ കണ്ടെത്തി. അതിൽ ഒന്നാണ് മതങ്ങൾ. മതത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക, പിന്നെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, നേർച്ച കാഴ്ചകൾ കഴിക്കുക. മാത്രമല്ല, ചില പ്രത്യേക നദികളിൽ പോയി കുളിക്കുക. മാത്രമല്ല, മനുഷ്യൻ ഇങ്ങനെ പല വിധത്തിലുള്ളതായിട്ടുള്ള സംഗീതങ്ങൾ കേൾക്കുക, സിനിമ കാണുക, ഈ ലോകത്തിൽ സന്തോഷിക്കുക, ഉല്ലസിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുവാനായിട്ട് തുടങ്ങി. പക്ഷേ അതിലൊന്നും മനുഷ്യന് പാപമോചനം കിട്ടിയില്ല, സംതൃപ്തി കിട്ടിയില്ല. അതെല്ലാം കാണും തോറും, ചെയ്യും തോറും തൽക്കാലം ഒരു സുഖം എന്ന് തോന്നും. മനുഷ്യൻ പുകവലിക്കാൻ തുടങ്ങി, മദ്യപിക്കാൻ തുടങ്ങി, ഒന്നും അറിയാതിരിക്കാൻ ലഹരികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുകൊണ്ടൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടായില്ല, പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല, സ്വസ്ഥതയുണ്ടായില്ല. അതൊക്കെ ചെയ്യുമ്പോൾ ഒന്നും അറിയാതിരിക്കും. വീട്ടിൽ കുറച്ച് കഴിയുമ്പോൾ മനസാക്ഷി കുത്ത്, പാപം, നിരാശ, ദുഃഖം, വേദന, രോഗം, മനുഷ്യർ ഇതിലെല്ലാം അടിമപ്പെട്ട് മനുഷ്യനെ നശിക്കുവാനായിട്ടിടയായിത്തീരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മനുഷ്യൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യൻ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പോകുന്നു. പക്ഷേ ഏതെങ്കിലും സ്ത്രീകളെ കാണുമ്പോൾ പാപത്തിൻ്റെതായ ചിന്ത വരുന്നു, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. കള്ളുഷാപ്പ് കാണുമ്പോൾ അവൻ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, മദ്യപിക്കാനുള്ള ആവേശമുണ്ടാകുന്നു, വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. പണത്തിൻ്റെ ആർത്തി അവന് ദ്രവ്യാധിപനെ ബാധിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അഴിമതികളും തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ മനുഷ്യൻ തയ്യാറാവുന്നു. ഇതെല്ലാം മനുഷ്യരിൽ വസിക്കുന്ന പാപമാണ്.
പാപത്തിൻ്റെ ശക്തിയാണ് മനുഷ്യനെ ഈ ദോഷങ്ങളിലേക്ക്, കുഴപ്പങ്ങളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ തള്ളിവിടുന്നതിൻ്റെ ഫലമായി അനേക ആളുകൾ സുബോധം നഷ്ടപ്പെടുന്നു, നിരാശയുണ്ടാകുന്നു, ആത്മഹത്യ പോലും ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നു. വല്ലാത്ത അവസ്ഥയിൽ മനുഷ്യനാകുകയാണ്. അപ്പോൾ ഈ സ്നേഹവാനായ ദൈവം കൊടുത്തതായിട്ടുള്ള മനസാക്ഷി പ്രമാണം കൊണ്ടും ന്യായപ്രമാണങ്ങൾ കൊണ്ടും പുരോഹിതന്മാരെ കൊണ്ടും യാഗങ്ങളെ കൊണ്ടും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ കൊണ്ടൊന്നും മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവായ സ്നേഹവാനായ ദൈവത്തിന് ഹൃദയത്തിൽ വലിയ ആഗ്രഹം, ഈ മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു മനുഷ്യരും ഇങ്ങനെ നശിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനൊരു രക്ഷാപദ്ധതി അവസാനമായിട്ട് ദൈവം തയ്യാറാക്കി. ആ രക്ഷാപദ്ധതി എന്താണെന്നറിയാമോ? ഈ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കണം. മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം മനുഷ്യന്റെ പാപമാണ്. മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മറ്റൊരു കാരണം ഈ സൃഷ്ടാവായ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്? നാം യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇതെന്താണ് ദൈവവുമായിട്ട് മനുഷ്യനെ അകറ്റി നിർത്തിയിരിക്കുന്നത്? മനുഷ്യന്റെ പാപം. മാത്രമല്ല, ദൈവം വിശുദ്ധനാണ്. ദൈവത്തിന് പാപം ഇഷ്ടമില്ല. പാപത്തെ വെറുക്കുന്നവനാണ് ദൈവം. അപ്പോൾ പാപമാണ് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും ഒരു മനുഷ്യനും നശിച്ചു പോകാൻ പാടില്ല. മനുഷ്യരെ രക്ഷിക്കണം. അതിന് ദൈവം ആഗ്രഹിച്ചിട്ട് ഒരു രക്ഷാപദ്ധതി ദൈവം തയ്യാറാക്കി. എന്താണ് ആ രക്ഷാപദ്ധതി എന്നറിയാമോ? ഈ മനുഷ്യന്റെ പാപം ഏറ്റെടുത്ത് ആ ശിക്ഷ വഹിച്ച് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ ഒരാൾ വേണം. ആരതിന് തയ്യാറാകും? അങ്ങനെ തയ്യാറാകുന്നയാൾ പാപമില്ലാത്തയാളായിരിക്കണം, ദൈവവുമായിട്ട് ബന്ധമുള്ളയാളായിരിക്കണം. മാത്രമല്ല, മനുഷ്യരൂപത്തിലാകാൻ തയ്യാറുമുണ്ടാകണം. അതിന് എന്താണ് മാർഗം? ദൈവം സ്വർഗത്തിൽ ചോദിച്ചു, ഞാൻ ആരെ അയക്കേണ്ടു? ആരെനിക്ക് വേണ്ടി പോകും? അങ്ങനെ ആ ചോദ്യത്തിന്റെ മുൻപിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിച്ച ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ആ പുത്രനായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകാം. എന്തിനു വേണ്ടി? ഈ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി. എങ്ങനെ രക്ഷിക്കുന്നതിന് വേണ്ടി? ക്രൂശിൽ മരിക്കുന്നതിന് വേണ്ടി. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തതെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 3:16 ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. ഇവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ദൈവത്തിന്റെ ഏകജാതനാകുന്ന പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അപ്പോൾ ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ സ്നേഹിച്ചു. മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പിന്നെ നാം ബൈബിൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക്, പിന്നെ നമ്മളെ പ്രവാചകന്മാരുടെ കാലങ്ങളെല്ലാം മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി മശിഹ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വരികയാണ് എന്ന് പ്രവാചകന്മാരൊക്കെ പ്രവചിച്ചു. ആ ദൈവപുത്രനായ യേശു എവിടെയാണ് ജനിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, എല്ലാം ബൈബിളിൽ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ പ്രവചനങ്ങളുടെ നിവൃത്തിയായി കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കന്യക മറിയയിലൂടെ ജനിക്കത്തക്ക വിധം ഈ ലോകത്തിലേക്ക് അയച്ചു. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുൻപേ ദൈവപുത്രനായ യേശുക്രിസ്തു കന്യക മറിയയിലൂടെ ബത്ലഹേമിൽ ജനിക്കുവാനായിട്ടിടയായി. സ്തോത്രം.
ആ ബെത്ലഹേമിൽ യേശു കർത്താവ് ജനിച്ചു, കന്യകയിലൂടെ ജനിച്ചു, പാപമില്ലാത്തവനായി. ഈ ലോകത്തിലെ സകല മനുഷ്യരും സ്ത്രീ പുരുഷന്മാരുടെ സന്തതികളായിട്ട് ജനിക്കുമ്പോൾ ഒരു പാപവുമില്ലാത്തവനായി കന്യകയിലൂടെ സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു ക്രിസ്തു ജനിച്ചു. ഈ ലോകത്തെ BC ഒന്നും AD ഒന്നും രണ്ടായി തിരിച്ചുകൊണ്ട് യേശു കർത്താവ് ഭൂജാതനായി. പ്രിയപ്പെട്ടവര്, ആ ലോകത്തിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തില് ജീവിച്ചു. നമുക്കറിയാം യേശു ക്രിസ്തുവിനെ കുറിച്ച്. യേശു ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദൂതന്മാരും മനോഹരമായ ഒരു പാട്ട് പാടി. ആ പാട്ട് ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനം. അങ്ങനെ യേശു ജനിച്ചു. യേശു ജനിച്ചപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായ ഒരു രാജാവ് പിറന്നിരിക്കുകയാണ്. സ്തോത്രം! എന്തൊരു സന്തോഷമായിരുന്നു. യേശുവിന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് നാം സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്: ഇരുട്ടിൽ കിടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നാം വേറെ ലേഖനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല മനുഷ്യർക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ്. യേശു ജനിച്ചു. വളരെ സന്തോഷം, ആശ്വാസം. ആ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വളർന്നു. നമുക്കറിയാം, യേശുവിനെ ജനിച്ചപ്പോൾ ആ യേശുവിനൊരു പേര് കൊടുക്കണം. എന്ത് പേരാണ് യേശുവിന് കൊടുക്കേണ്ടത്? ദൈവം തന്നെ ദൂതനിലൂടെ അറിയിച്ചു. കാരണം തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ് യേശു, വീണ്ടെടുക്കുന്നവനാണ് യേശു. അതുകൊണ്ട് ഈ ദൈവപുത്രന് യേശു എന്നുള്ള പേര് കൊടുക്കണമെന്നാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? രക്ഷകൻ എന്നാണ്. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഡിക്ഷണറികളിൽ പോലും യേശു എന്ന വാക്കിന് രക്ഷകൻ എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാക്ഷാൽ ലോകരക്ഷിതാവ്, മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നവൻ ബെത്ലഹേമില് കന്യകാമറിയയിലൂടെ ജനിച്ചു. യേശു ലോകത്തിൽ ജീവിച്ചു. യേശു ചുരുക്കി പറയട്ടെ 30-ാമത്തെ തിരുവയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്തു. എന്താണ് പരസ്യ ശുശ്രൂഷ യേശു ചെയ്തത്? ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. യേശു അനേക രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടന്മാർക്ക് കേൾവി കൊടുത്തു, മുടന്തന്മാരെ നടക്കുമാറാക്കി. മാത്രമല്ല, രക്തസ്രവയുള്ളവരെ യേശു കർത്താവ് സൗഖ്യമാക്കി. ഇങ്ങനെ അനേക രോഗികളെ യേശു ക്രിസ്തു സൗഖ്യമാക്കി. മരിച്ചവരെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. വിശക്കുന്നവർക്ക് യേശു ക്രിസ്തു ആഹാരം നൽകി. സമാധാനമില്ലാത്തവർക്ക് യേശു ക്രിസ്തു സമാധാനം നൽകി. യേശു ക്രിസ്തു ഇളകി പറഞ്ഞ കാറ്റിൻ്റെയും കടലിൻ്റെയും ശാന്തമാക്കി. മാത്രമല്ല, ഭൂതബാധിതരായിരുന്ന ആളുകളെ പോലും യേശു ക്രിസ്തു വിടുവിക്കുവാനായിട്ട്, രക്ഷിക്കുവാനായിട്ടിടയായി. യേശുവിൻ്റെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ എല്ലാം യേശു ക്രിസ്തു രക്ഷിതാവാണ്. യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു മശിഹായാണ്. യേശു ക്രിസ്തു പരമവൈദ്യനാണ്. യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്. യേശു ക്രിസ്തു എല്ലാമാണെന്ന് ലോകത്തിന് വിളിച്ചറിയിക്കുവാനായിട്ടിടയായി. അങ്ങനെ യേശു കർത്താവ് ഇതൊക്കെ ചെയ്തിട്ട്, കാരണം യേശു വന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ? പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ വിഷയം. അങ്ങനെ യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്തിട്ട് യേശു പ്രസംഗിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു. യേശുവിൻ്റെ പ്രസംഗം വളരെ മനോഹരമായിരുന്നു, ലളിതമായിരുന്നു. കേൾക്കുന്നവർക്കെല്ലാം വളരെ ആശ്വാസമുണ്ടായിരുന്നു. അനേകരെ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് തയ്യാറാണ്. അങ്ങനെ യേശു ക്രിസ്തു ഇതെല്ലാം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ക്രിസ്തു വിരോധികളായിട്ടുള്ള അന്നത്തെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ഒക്കെ അവർക്കിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവരെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ യേശു കർത്താവ് ഇതെല്ലാം ചെയ്യുമ്പോൾ ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെ വരികയാണ്. അവർക്ക് അസൂയട്ടായി. അവരെ യേശുവിനെതിരായിട്ട് അനേക കാര്യങ്ങൾ അവർ പറഞ്ഞു. അവർ യേശുവിനെ കൂടെ നടന്ന് കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. യേശു യാതൊരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തു തന്നെ അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? യേശുവിൽ യാതൊരു പാപവും ഇല്ലായിരുന്നു. യേശുവിൽ യാതൊരു കുറ്റവും ഇല്ലായിരുന്നു. അനേകം യേശുവിനെ പറയുക നടന്നു. ഇതൊക്കെ എന്താണ് യേശു ഇതൊക്കെ ചെയ്യുന്നത്? ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രോഗികളെ സൗഖ്യമാക്കിയവൻ, പാപികളെ രക്ഷിച്ചവൻ, വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തവൻ, സമാധാനം കൊടുത്തവൻ, ആശ്വാസം കൊടുത്തവൻ,
ആ സർവശക്തനായ രക്ഷിതാവായ യേശു ക്രിസ്തു തൻ്റെ പ്രവൃത്തിയിലൂടെ, ശുശ്രൂഷയിലൂടെ യേശു ദൈവപുത്രനാണെന്നും ദൈവം യേശുവിനോടൊപ്പം ഉണ്ടെന്നും മാത്രമല്ല യേശുവിന് മാത്രമേ പാപികളെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ എന്നും യേശു കർത്താവ് തെളിയിക്കുവാനായിട്ടിടയായി. അപ്പോൾ യേശുവിൽ യാതൊരു കുറ്റവും കാണാതെ മുൻപോട്ട് നീങ്ങിയപ്പോൾ ഈ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അന്നത്തെ മഹാപുരോഹിതന്മാരെല്ലാം യേശുവിനെതിരായിട്ട്, അന്നത്തെ ഭരണാധികാരികൾക്ക് മുമ്പിൽ യേശുവിനെതിരായിട്ട് കള്ളക്കേസുകളൊക്കെ കൊടുത്തു. യേശുവിനെ വിളിച്ച് വിസ്തരിച്ചു. നമ്മൾ സുവിശേഷ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം, യേശുവിനെ 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചു. യേശുവിൽ യാതൊരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. യേശുവിന് അനുകൂലമായിട്ട് പറയാൻ അന്ന് വക്കീലോ യേശുവിന് അനുകൂലമായിട്ട് പറയാൻ സാക്ഷികളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോടതി 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ യാതൊരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാവരും കോടതിയുടെ ജഡ്ജിമെന്റ് എല്ലാം യേശുവിൽ യാതൊരു കുറ്റവുമില്ല, യേശു നീതിമാനാണ് എന്നൊക്കെയായിരുന്നു. എന്നാൽ ഈ അന്നത്തെ മഹാപുരോഹിതന്മാർക്ക് യേശുവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നവർ ആഗ്രഹിച്ച് യേശുവിനെതിരായിട്ട് പോരാടിയെത്തുമ്പോൾ അന്നത്തെ ഭരണാധികാരികൾ അവസാനം യേശുവിനെ അടിക്കുവാനായിട്ട് കൽപ്പന കൊടുത്തു. അവസാനം ജനത്തിൻ്റെ ആഗ്രഹപ്രകാരം ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി യേശു ക്രൂശിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് യേശു കർത്താവ് ആ ക്രൂശ് ഏറ്റെടുത്തു. യേശുവിനെ ഗോൽഗോഥ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി യേശുവിനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശുവിനെ ക്രൂശിക്കുവാനായിട്ടിടയായി. യേശുവിന്റെ കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചു. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. യേശുവിനെ അവർ ധാരാളം ഉപദ്രവിച്ചു, അടിച്ചു, തുപ്പി. ഒരുപാട് വേദനകൾ യേശു ക്രിസ്തു വഹിക്കുവാനായിട്ടിടയായി. ചരിത്രത്തിൽ കുറ്റമില്ല, നീതിമാനാണ്, നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയും ശിക്ഷിച്ചിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തു മാത്രം നീതിമാനായ യേശു ക്രിസ്തു ക്രൂശിൽ ശിക്ഷിക്കപ്പെട്ടു, മരിക്കാനിടയായി. എന്തിനാണ് യേശു ഇത് ചെയ്തത്? മനുഷ്യവർഗത്തിന്റെ പാപം, ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ചെയ്തു പോയ പാപം, അവരുടെ സന്തതികളായിട്ട് ജനിച്ച എല്ലാ മനുഷ്യരുടെ രക്തത്തിൽ പാപം കലർന്നിരിക്കുകയാണ്. പാപത്തിന്റെ സ്വഭാവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഈ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തെ എല്ലാം ഏറ്റെടുക്കുകയായിരുന്നു. ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ക്രൂശ് മരണം മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. ആ യേശു നാം മരിക്കേണ്ട സ്ഥാനത്ത്, മനുഷ്യൻ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുവാനായിട്ടിടയായി. ഞാനൊരു ചെറിയ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്ത് രാജഭരണം നിലവിലിരിക്കുന്ന കാലത്ത് രാജാവ് ആജ്ഞ കൊടുത്തു, ഈ രാജ്യത്ത് ആരും മദ്യപിക്കാൻ പാടില്ല, മദ്യം ഉണ്ടാക്കാൻ പാടില്ല. നമുക്കറിയാം, രാജകൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതാരും തിരസ്കരിക്കുകയില്ല. പക്ഷെ എല്ലാവരും പേടിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജാവ് പറഞ്ഞു, ആ രാജ്യത്ത് വീണ്ടും ഒരു സ്ഥലത്ത് മദ്യം ഉണ്ടാക്കുന്നു, ആളുകൾ കുടിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു എന്ന് രാജാവ് അറിയുവാനായിട്ടിടയായി. അപ്പോൾ രാജാവ് ആരാണ് ഇത് ചെയ്തത്? രാജകൽപ്പന ലംഘിച്ചിരിക്കുകയാണ്. രാജാവ് തൻ്റെ ഭൃത്യന്മാരെ അയച്ചു അന്വേഷിച്ചപ്പോൾ അവർ വന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: രാജാവെ, മറ്റാരുമല്ല, രാജാവിൻ്റെ മകനാണ് ഇത് ചെയ്തിരിക്കുന്നത്. രാജാവിന് വലിയ വിഷമമുണ്ടായി. അപ്പോൾ രാജാവ് നേരത്തെ പറഞ്ഞിരുന്നു, ആരെങ്കിലും ഇനി മദ്യം ഉണ്ടാക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്താൽ അയാൾക്ക് 70 അടി കൊടുക്കുമെന്നായിരുന്നു. ചാട്ടവാറുകൊണ്ട് 70 പ്രാവശ്യം അടിക്കുമെന്നായിരുന്നു അതിന് ശിക്ഷ. അപ്പോൾ ഈ മകനാണ് ഇത് ചെയ്തിരിക്കുന്നത്, എന്ത് ചെയ്യാനാണ്? രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, അതങ്ങനെ തന്നെ നടപ്പിലാക്കണം. എൻ്റെ മകനാണെങ്കിലും അവനെ പിടിക്കണം, അവനെ നാട്ടുകാരും ജനങ്ങളും കാണുകെ ചാട്ടവാറുകൊണ്ട് അവന് 70 അടി കൊടുക്കണം. രാജാവ് ഉത്തരവിട്ടു. കാരണം രാജാവിൻ്റെ നിയമത്തിന് വ്യത്യാസം വരുത്താൻ പറ്റത്തില്ല. അങ്ങനെ ഇതിട്ടു. അതിനൊരു തീയതി എല്ലാം നിശ്ചയിച്ചു. രാജാവിൻ്റെ മകനെ പിടിച്ചു. അവനെ ആ നിശ്ചിത തീയതിയിൽ അടിക്കുവാനായിട്ട് അതിന് കൽപ്പിക്കപ്പെട്ടതായിട്ട് നിയോഗിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി.
അവന് 70 അടി കൊടുക്കാൻ പോവുകയാണ്. അവൻ ചെയ്ത കുറ്റം എന്താണെന്ന് പരസ്യമായി പറഞ്ഞിട്ട് 70 അടി കൊടുക്കാൻ പോവുകയാണ്. അവൻ്റെ കൈകൾ പിടിച്ച് കെട്ടിവെച്ചു അടി കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ രാജാവ് കൊട്ടാരത്തിൽ ഇരിക്കുകയാണ്. രാജാവിൻ്റെ മകനാണ് അടി കൊള്ളുന്നത്. രാജാവിന് ഇരിപ്പുറയ്ക്കുന്നില്ല. രാജാവിന് വളരെ സങ്കടം തോന്നി. അയ്യോ, 70 അടി കൊള്ളാനുള്ള ശേഷി അവനില്ല, അവനെ അടിക്കുന്നത് ശരിയല്ല, അവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ മകനെ ആ ശിക്ഷ കൊടുക്കുവാനായിട്ട് ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഈ മകൻ കരഞ്ഞുകൊണ്ട് കൈ കെട്ടി അവൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, അവൻ്റെ കെട്ടഴിച്ച് അവനെ സ്വതന്ത്രരാക്കുക, അവനെ വിടുക, അവനെ അടിക്കണ്ട, അവൻ്റെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കുകയാണ്, എൻ്റെ കൈകൾ കെട്ടി അതുപോലെ 70 അടി എന്നെ അടിച്ചുകൊള്ളുവാനായിട്ട് പറയുകയും ആ മകൻ്റെ ആ ശിക്ഷയിൽ നിന്ന് അവനെ ഒഴിവാക്കി ഈ രാജാവായ തൻ്റെ പിതാവ് ഈ അടി ഏറ്റെടുക്കൊള്ളുവാനായിട്ടിടയായി തീർന്നു. ഈ അടി കൊണ്ട് കഴിഞ്ഞപ്പോൾ രാജാവ് മകനോട് പറഞ്ഞു, മോനെ, നീയാണ് ഈ അടി കൊള്ളേണ്ടത്, പക്ഷേ നിന്റെ ശിക്ഷ ഞാൻ ഏറ്റെടുത്ത്, കാരണം നിയമത്തിന് വ്യത്യാസം വരുത്താൻ പാടില്ല, ആ നിയമം അതുപോലെ നടപ്പിലാക്കണം. പക്ഷേ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണമല്ലോ, ആ ശിക്ഷ തരണം. പക്ഷേ എൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെ മകനായി നിന്നെ രക്ഷിക്കുകയും വേണം. അതുകൊണ്ട് നീ അടികൊള്ളേണ്ട സ്ഥാനത്ത് ഞാൻ ആ ശിക്ഷ ഏറ്റെടുത്ത് നിനക്ക് വേണ്ടി അടി കൊണ്ടിരിക്കുകയാണ്. ഇനി നീ ഇങ്ങനൊരു കുഴപ്പവും ഇങ്ങനൊരു കുറ്റവും നീ ചെയ്യരുത് എന്ന് ഉപദേശിക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഇതാണ് കാൽവരി ക്രൂശിൽ നടന്നത്. എന്താണ്? പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. നമുക്കാണ് ഈ മരണം കിട്ടേണ്ടത്. മനുഷ്യരാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയത്. പക്ഷേ നാം മരണശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തു നമ്മളെല്ലാം പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കുവാനായിട്ടിടയായി. ആ ക്രൂശിൽ യേശു കർത്താവ് മരിച്ചു. യേശുവിൻ്റെ രക്തം ധാരധാരയായിട്ട് ക്രൂശിൽ ഒഴുകി. ആ രക്തത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു, യേശു മരിച്ചു, യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്തു. എന്നാൽ 3-ാം നാൾ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ ലോകത്തിൻ്റെ പകല പാപവും യേശു ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അപ്പോൾ ഇനി നമ്മുടെ പാപത്തിന് വേണ്ടി നാം മരിക്കേണ്ട ആവശ്യമില്ല. ഈ പാപത്തിന് വേണ്ടി നാം ശിക്ഷ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി നാം നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ട ആവശ്യമില്ല. മതപരമായ ചടങ്ങുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും പാപമോചനം വേണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ പാപത്തിൻ്റെതായ രോഗങ്ങളും അസമാധാനവും ദുഃഖവും നിരാശയും വേദനയും മനസാക്ഷി കുത്തും ഒക്കെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഈ യേശു ക്രിസ്തു മതിയായവനാണ്. അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നാം ദൈവോൻപാകെ ഞാനൊരു പാപിയാണെന്ന് സ്വയം സമ്മതിക്കുകയും നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപത്തെ നാം ഉപേക്ഷിച്ചിട്ട് യേശുവിൽ വിശ്വസിക്കുകയുമാണ് ചെയ്യേണ്ടത്. എന്താണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചത്. ഞാനൊരു പാപിയായിട്ടാണ് ജനിച്ചത്. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ മതിയായതാണ്. അതുകൊണ്ട് എന്നത് വിശ്വസിച്ചിട്ട് യേശുവിൽ വിശ്വസിക്കുക. യേശു എൻ്റെ പാപത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ യേശു ക്രിസ്തു നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നാണ്. അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നത്: ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിരിക്കുന്നു
നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ രക്ഷിക്കുവാൻ, ശുദ്ധീകരിക്കുവാൻ ഈ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. ഇതിന് യാതൊരു ചെലവുമില്ല. ഒറ്റ പൈസ പോലും നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ട ആവശ്യമില്ല. ഇതിനു വേണ്ടി നമ്മുടെ പാപമോചനത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും നാം പോകേണ്ട ആവശ്യമില്ല. നാം എവിടെ ആയിരിക്കുന്നോ അവിടെ ആയിരുന്നു കൊണ്ട് ദൈവമേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണല്ലോ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു. ആ ക്രൂശിൽ ചൊരിഞ്ഞ ആ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല, മദ്യപിക്കുകയില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല, മറ്റു പാപപ്രവൃത്തികളിലേക്ക് ഞാൻ പോകത്തില്ല, ഒരു ദൈവവൈദ്യരായിട്ട് ജീവിക്കുമെന്ന് തീരുമാനിച്ച് ഈ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഒരു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ ചെയ്തു പോയ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും യേശു ക്രിസ്തു ക്ഷമിക്കും. ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി ശുദ്ധീകരിക്കും. പിന്നെ നമുക്ക് മനസാക്ഷിക്കുത്തുണ്ടാകത്തില്ല, കുറ്റബോധം ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം, ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കാം, ഈ ലോകത്തിൽ പ്രത്യാശയോടെ ജീവിക്കാം, ഒരു നല്ല ദൈവവൈതനായിട്ട് ജീവിക്കാം. നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. ഒരു ഉത്തമ പൗരനായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയും. മാത്രമല്ല, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. കാരണം വിശുദ്ധന്മാർക്കാണ് സ്വർഗം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർക്കാണ് സ്വർഗം. അവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ഈ ലോകത്തിൽ യേശുവിനെ സ്വീകരിക്കാതെ, മാനസാന്തരപ്പെടാതെ, പാപവഴികൾ ഉപേക്ഷിക്കാതെ നമ്മൾ പാപത്തിൽ തന്നെ ജീവിച്ചാൽ നമ്മൾ മരിക്കും. ആ പാപികൾക്ക് ചെന്നെത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് നിത്യമായ നരകമാണ്. അവിടെ കരച്ചിലും പല്ലുകടിയുമാണ്, ചാകാത്ത പുഴുവെന്നൊക്കെയാണ്, അവിടെ ഇരുട്ടാണ് എന്നൊക്കെയാണ് നാം ബൈബിളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. എന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഇന്ന് ദൈവം നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുകയാണ്. എന്താണ്? ഒരു പണച്ചെലവുമില്ല, നേർച്ച കാഴ്ച കഴിക്കേണ്ട, പുണ്യസ്ഥലത്ത് പോകേണ്ട, രക്ഷയ്ക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യണ്ട. ഈ ക്രൂശിക്കപ്പെട്ട യേശുവിൽ വിശ്വസിച്ചാൽ മതി, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഈ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആരെയും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ എത്ര പാപം ചെയ്തെങ്കിലും, എത്ര വലിയ പാപം ചെയ്തെങ്കിലും ആ പാപങ്ങളെല്ലാം യേശു ക്ഷമിക്കും. അത് നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോഴാണ് അതിന് സമയം. എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് സമയം. ഇപ്പോൾ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ, ഇനി പാപം ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചാൽ, ദൈവവൈതനായിട്ട് ജീവിച്ചാൽ, ആ യേശുവിൻ്റെ പുണ്യാഹ രക്തം കൊണ്ട് കഴുകി നമ്മെ ശുദ്ധീകരിച്ച് ഒരു വിശുദ്ധനായിട്ട്, ഒരു നീതിമാനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് അവസാനം സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയും. അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മെ ഓരോരുത്തരെയും, മനുഷ്യവർഗത്തെ മുഴുവനും ദൈവം സ്നേഹിച്ചുകൊണ്ട് നാം നശിച്ചു പോകല്, നമ്മൾ നരകത്തിലേക്ക് പോകല്, നമ്മൾ രക്ഷപ്പെടണം, നമ്മൾ സ്വർഗത്തിലെത്തണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടാണ് ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് എന്തിനാണെന്ന് നാം ഈ 1 തീമോഥെയോസ് 1-15 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. യേശു വന്നത് ഇവിടെയുള്ള വിശുദ്ധന്മാരെ തേടി, നീതിമാന്മാരെ തേടി, ഇവിടെയുള്ള കുറച്ച് കോടീശ്വരന്മാരെ തേടി, അവരെ തേടിയല്ല വന്നത്. പാപികളായിരിക്കുന്ന മനുഷ്യരെ, നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ, രോഗികളായിരിക്കുന്ന മനുഷ്യരെ, എല്ലാവരും തള്ളിക്കളഞ്ഞ മനുഷ്യരെ അവരെ സ്നേഹിച്ച്, അവരെ ആദരിച്ച്, അവരെ രക്ഷിച്ച്, അവരെ മാറോടണച്ച്, അവരെ സഹായിച്ച്, അവരെ ഉത്തമ പൗരന്മാരാക്കി, അനുഗ്രഹിക്കപ്പെട്ടവരാക്കി തീർക്ക് സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത്. നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് വഴി, സത്യവും ജീവനും. യേശു ക്രിസ്തു
ക്രിസ്തുവിലൂടെയാണ് രക്ഷ. നാം അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റൊരുത്തന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരേ ഒരു നാമം, യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പ്രിയപ്പെട്ടവരെ, അനേക ആളുകളെ എനിക്കറിയാം പാപം ചെയ്ത് തകർന്ന് നശിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഇനി ആത്മഹത്യയെ മുൻപിലുള്ളൂ എന്ന് പറഞ്ഞ് മരിക്കാനിരുന്ന എത്രയോ ആളുകൾ. രോഗികളായി ഡോക്ടർമാരെല്ലാം കൈവിട്ട്, വൈദ്യന്മാരെല്ലാം കൈവിട്ട്, സൗഖ്യം പ്രാപിക്കാതെ ഒരു രക്ഷയുമില്ലാതിരുന്ന എത്രയോ ആളുകൾ. അവര് ഈ സുവിശേഷം കേട്ട് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി, ഈ ലോകരക്ഷിതാവായ മനുഷ്യസ്നേഹിയായ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി, യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ചതിന്റെ ഫലമായിട്ട് അനേകർ പുതിയ മനുഷ്യരായി, ആരോഗ്യമുള്ളവരായി, സൗഖ്യമുള്ളവരായി, വിടുതൽ പ്രാപിച്ചവരായി എത്രയോ ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്ത് മനോഹരമാണ്! അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. എത്രയോ ആളുകൾ, ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ചർച്ചിൽ എത്രയോ ആളുകൾ ഒരു കാലത്ത് പാപികളായിട്ട്, ദോഷികളായിട്ട്, ഒരു സമാധാന സ്വസ്ഥതയില്ലാതെ ജീവിച്ച എത്രയോ ആളുകൾ ഈ യേശു ക്രിസ്തുവിലൂടെ പുതിയ മനുഷ്യരായി സമാധാനം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അത് പ്രാപിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും തീർച്ചയായിട്ടും രോഗത്തിലോ പ്രയാസത്തിലോ പാപത്തിന്റെ അവസ്ഥയിലോ നിരാശയിലോ വേദനയിലോ ആയിരിക്കുകയാണെങ്കിൽ, ഇതാ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിൽ ആരും തന്നെ പാപികളെ തേടി വന്നിട്ടില്ല. പാപികളെ തേടി വന്ന ഒരേ ഒരു ദൈവ രക്ഷിതാവ്, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു വിളിക്കുകയാണ്: നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് യേശു കർത്താവ് വിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും രോഗത്തിലാണോ, നിരാശയിലാണോ, വേദനയിലാണോ, ജീവിതം മടുത്ത അവസ്ഥയിലാണോ, കുടുംബജീവിതം തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ, കടഭാരത്തിലാണോ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലൂടെ വിടുതലുണ്ട്, യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട്, യേശു ക്രിസ്തുവിലൂടെ അനുഗ്രഹമുണ്ട്. നിങ്ങൾക്കത് പ്രാപിക്കാൻ കഴിയും. അന്ന് മറ്റൊന്നും ചെയ്യണ്ട. ആ നിൽപ്പിൽ നിന്നുകൊണ്ടായിരിക്കുന്ന സ്ഥാനത്ത്, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എനിക്ക് വേണ്ടിയാണല്ലോ അവൻ ക്രൂശിൽ മരിച്ചത്, ഞാനത് വിശ്വസിക്കുന്നു. ആ ക്രൂശിൽ ചൊന്ന രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി. യേശു നിങ്ങളെ സഹായിക്കും, യേശു നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ നിങ്ങളായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബൈബിളിന്റെ ഭാഗമായ പുതിയ നിയമം നിങ്ങൾ വായിക്കുക, അത് ധ്യാനിക്കുക, വചനപ്രകാരം ജീവിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുക. അങ്ങനെ നമുക്ക് ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് തീരാം. ഈ പാപികളെ രക്ഷിക്കുവാനായിട്ട് വന്ന ഈ കർത്താവായ യേശു ക്രിസ്തു ഇനിയും വരും. അടുത്ത നമ്മുടെ ഏറ്റവും വലിയ ഇനി വരുന്നത് പാപികളെ രക്ഷിക്കുവാനല്ല, ഈ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന, പാപമോചനം പ്രാപിച്ച വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വേഗം വരാൻ പോവുകയാണ്. ആ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമുക്ക് യേശുവിനോടൊപ്പം എടുത്തുകൊള്ളപ്പെട്ട് ദൈവത്തോടൊപ്പം നിത്യത മുഴുവനും ജീവിക്കാൻ കഴിയും. അഥവാ നമ്മൾ അതിനു മുൻപ് മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ യേശുവിനോടൊപ്പം എത്തിച്ചേരാൻ കഴിയും. ഈ പ്രത്യാശയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കുക, ഇതിനെക്കുറിച്ച് ആലോചിക്കുക, ഒരു പുതിയ നിയമം നിങ്ങൾ കണ്ടെത്തി വായിക്കുക, ധ്യാനിക്കുക, ദൈവത്തിനായിട്ട് നിങ്ങളുടെ ജീവിതം കൊടുക്കുക. നിങ്ങൾ എത്ര തകർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും നിങ്ങളെ പണിത് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഈ യേശു കർത്താവ് മതിയായവനാണ്. ആ യേശു വിശ്വസിക്കുക. വിശുദ്ധ ബൈബിളിൽ ഒരു വചനം പറയുന്നു: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് യേശു വിശ്വസിക്കുക. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് താങ്കളെ രക്ഷിക്കാനാണ്, എന്നെ രക്ഷിക്കാനാണ്, നമ്മെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നത്. എന്ത് ഭാഗ്യം! അതുകൊണ്ട് എനിക്കും ഈ രക്ഷ പ്രാപിക്കാൻ കഴിയും, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രക്ഷ പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, യേശുവിനായിട്ട് ജീവിതം കൊടുക്കുക. യേശു ഈ ലോകത്തിൽ വന്നത് ഏതെങ്കിലും മതം സ്ഥാപിക്കാനോ പ്രത്യേക ഒരു സംഘടന ഉണ്ടാക്കാനോ ഒന്നുമല്ല യേശു വന്നത്. യേശു വന്നത് പാപികളെ രക്ഷിപ്പാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കാനാണ് യേശു വന്നത്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു സമാധാനം നൽകുന്നു, യേശു ക്രിസ്തു പ്രത്യാശ നൽകുന്നു, യേശു ക്രിസ്തു നിത്യജീവൻ നൽകുന്നു. ഈ യേശു ക്രിസ്തു രാജാതി രാജാവായി വീണ്ടും വേഗം വരാൻ പോവുകയാണ്. അതുകൊണ്ട് യേശുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുക. നിങ്ങളെ തന്നെ ജീവിതം യേശുവിനായിട്ട് കൊടുക്കുക, യേശുവിനായിട്ട് ജീവിക്കുക. അതിനായിട്ട് ദൈവം
നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി സമർപ്പിക്കുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.